നമ്മൾ പലപ്പോഴും ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു വസ്തുതയുണ്ട്, ആർത്തവം എന്നുള്ളത്. ആർത്തവം എന്നുള്ളത് ഒരു ഇമ്പ്യൂരിറ്റിയായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഇമ്പ്യൂർ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്ഷേത്ര പ്രവേശനം അരുത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് സ്വാഭാവികമായി ഒരു ബയോളജിക്കൽ കണ്ടീഷനെ ഇത്തരത്തിൽ നമ്മളുടെ തന്നെ സ്ത്രീകൾ 3-4 സ്ത്രീകൾ ഇരിക്കുന്ന ഒരു വേദി ആയതുകൊണ്ടാണ് നമ്മളുടേതെന്ന് പ്രയോഗം വന്നത്, ഒരു പിന്നോട്ട് വലിക്കാനുള്ള ഒരു ടൂളായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത്? അതൊരു സ്വാഭാവികമായ ഒരു ബയോളജിക്കൽ കണ്ടീഷൻ മാത്രമേ. ജീവശാസ്ത്രപരമായിട്ട് ഒരു പെണ്ണിനെയും ഏത് വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനോട് വ്യക്തമായിട്ടുള്ള വിയോജിപ്പ് തന്നെയാണ് ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ ഒരു സാമൂഹ്യ അവസ്ഥ മാറാതിരിക്കാനായിട്ട് ഇവർക്ക് അടിച്ചേൽപ്പിക്കാൻ ഇത്തരം കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ മറ്റു കാരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കാരണങ്ങൾ പിന്നെ പറയുന്നത്. ആർത്തവത്തിൻ്റെ ശുദ്ധിയും അശുദ്ധിയും തീരുമാനിക്കാൻ ആർക്കാണ് അവകാശം? ഇതിനെക്കുറിച്ച് പറയാൻ നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീമതി MR ജയഗീതയാണ്. നമുക്ക് മാഡത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഇന്നും ആർത്തവം എന്നത് അശുദ്ധിയായി കാണുന്ന സ്ത്രീകളുണ്ട്. ആർത്തവം എന്നത് അശുദ്ധിയാണോ വിശുദ്ധിയാണോ എന്നതിനും അപ്പുറത്തേക്ക് അതൊരു ജീവൽ പ്രക്രിയയാണ്. സ്ത്രീക്ക് കിട്ടിയൊരു സൗഭാഗ്യമാണ്. അമ്മയാകാനുള്ള യോഗ്യതയുടെ അടയാളമാണ്. ഞാൻ പെണ്ണാണ് എന്ന് സമൂഹത്തോട് അഭിമാനത്തോടുകൂടി വിളിച്ചു പറയാനുള്ള ഒരു ചോരയുടെ പാടാണ് എന്ന് മനസ്സിലാക്കാൻ, അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ബോധ്യത്തിലേക്ക് വളരാൻ സ്ത്രീക്ക് കഴിയണം. അശുദ്ധിയും വിശുദ്ധിയും ആരോഗ്യ അനാരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വാക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ഒരു നേരിയ ഒരു വരയിൽ കൂടെ പോകുന്ന ചിലൊരു കാലഘട്ടമുണ്ട്, ഒരു ചില എന്താ പറയുക പ്രാക്ടീസുകളുണ്ട്. കൂടുതലും ഈ അന്ധവിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ വരവോടുകൂടി അഫക്റ്റഡ് ആവുന്നത്, വിക്ടിമൈസ്ഡ് ആവപ്പെടുന്നത് എപ്പോഴും സ്ത്രീകളാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് സ്ത്രീകൾ ഒരു പരിധിവരെ കൂടുതൽ സ്ത്രീകളായിരിക്കും. പക്ഷേ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഈ അന്ധവിശ്വാസത്തിൻ്റെ ഇപ്പം എന്ത് തരത്തിലുള്ള വിശ്വാസങ്ങളാണ് മുത്തുമണി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വയനാട്ടിലൊരു കുടുംബം ഉൾപ്പെടെ മുഴുവൻ ആൾക്കാരും കൊല ചെയ്യപ്പെടുന്നത് കണ്ടു. അവിടെ സ്ത്രീ മാത്രമല്ല പുരുഷനുമുണ്ട്. അപ്പം അന്ധവിശ്വാസങ്ങൾക്ക് ഇരയാകുന്നത് സ്ത്രീകൾ മാത്രമാണ് എന്നൊന്നും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അത് എല്ലാവരും അതിൻ്റെ ഇരയാകുന്നുണ്ട്, എല്ലാവരെയും അത് ബാധിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ അന്ധവിശ്വാസം എന്നുള്ള കാറ്റഗറിയെ തന്നെ ഞാൻ തള്ളിക്കളയുന്ന ഒരാളാണ്. കാരണം എല്ലാ വിശ്വാസവും ഒരു അളവ് വരെ അന്ധം തന്നെയാണ്. ഏത് വിശ്വാസമായാലും ശാസ്ത്രത്തിലുള്ള വിശ്വാസം അടക്കം ഒരു പരിധിവരെ അന്ധവിശ്വാസമാണ്. ഈ എന്ന് വെച്ചാൽ അങ്ങനെ പറ്റുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്. കാരണം വിശ്വാസത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങളുടെ മനുഷ്യൻ വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു കൂട്ടം എന്നുള്ള നിലയ്ക്കും നേരിടുന്ന അൺസർട്ടനിറ്റിയെ നമ്മൾ മാനേജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ പ്രശ്നം അന്ധവിശ്വാസത്തെക്കാൾ അധികം വിശ്വാസങ്ങളിലെ അന്ധതയാണ്. കാരണം അതിപ്പം അഞ്ജന പറഞ്ഞ പോലെ അത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ ഒരുപോലെ ബാധിക്കും. പിന്നെ പെണ്ണുങ്ങൾ കൂടുതൽ അതിൽ ചെന്ന് ചാടുന്നുണ്ടെങ്കിൽ അത് അവർ സ്ത്രീകളായതുകൊണ്ടല്ല, മറിച്ച് അവരുടെ സാമൂഹ്യ നില അത്രയും കൂടുതൽ വിഷമകരമായതുകൊണ്ടാണ്. അവരെ അൺസർട്ടനിറ്റി അത്രയും കൂടുതലായതുകൊണ്ടാണ് ഒരുപക്ഷെ കൂടുതൽ സ്ത്രീകൾ അതിന് അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ. അതിന് കണക്കൊന്നുമില്ല, സ്ത്രീകളാണ് കൂടുതൽ അന്ധവിശ്വാസികൾ എന്നൊന്നും ഒരു കണക്കുമില്ല. പക്ഷേ അങ്ങനെ അഥവാ വല്ല കണക്കുണ്ടായാൽ തന്നെ അതിനെ സ്ത്രീ ആയതുകൊണ്ടല്ല, അവരുടെ സ്ഥിതി സാമൂഹ്യ സാഹചര്യങ്ങൾ അങ്ങനെ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അപ്പം അതാണ് ഒരു കാര്യം. പിന്നെ എന്നെ ട്രബിൾ ചെയ്യുന്നത് സത്യത്തിൽ അന്ധവിശ്വാസങ്ങളെക്കാൾ അധികം വിശ്വാസ സംബന്ധമായ അന്ധതയാണ്. ഈ വിശ്വാസം എന്താണെന്നുള്ളത്, അതായത് വിശ്വാസം ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ അത് മനുഷ്യർക്കൊരു പാരയായിട്ട് തീരും എന്നുള്ള ആ ഒരു ധാരണയില്ലേ, ആ ഒരു തിരിച്ചറിവില്ലാതെ പോകുന്ന അന്ധത, അതുണ്ടാക്കുന്ന ഭയങ്കരമായ അപകടങ്ങളൊക്കെയാണ് അതിനെയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഭയം. സ്ത്രീകളും വിശ്വാസങ്ങളും എന്നുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ പോലൊരു രാജ്യത്ത് സ്ത്രീകളെ ദൈവമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. പല വിശ്വാസങ്ങളുടെയും ഭാഗമായിട്ട് നമ്മൾ ദൈവങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ വെസ്റ്റേണൈസേഷനെ കുറിച്ചും ലോകത്തിലെ മറ്റു മതങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്ത്രീ ദൈവമാകാൻ സാധിക്കുമോ? നമ്മളിപ്പോൾ പൂജ ചെയ്യാനായി സ്ത്രീകളുടെ സാന്നിധ്യം എന്നൊക്കെ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ എവിടെയും സ്ത്രീകളെ ദൈവമായി കാണുന്നതിനുള്ളൊരു റിലക്റ്റൻസ് എന്തുകൊണ്ടാണ്? സ്ത്രീകളെ ദൈവമായി കണ്ടിരുന്ന പല പ്രാചീന മതങ്ങളും ഉണ്ടായിരുന്നു. അതായത് ലോകമെമ്പാടും പ്രാചീന മതങ്ങളിൽ സ്ത്രീകളെ കാര്യമായിട്ട് തന്നെ ഉൾക്കൊള്ളും. ഇപ്പം നമ്മൾ ഹിന്ദു മതം എന്ന് ഇന്ത്യയിൽ പറയുന്നതാണെങ്കിൽ പല കാലഘട്ടങ്ങളിൽ പലപ്പോഴായിട്ടുണ്ടായി വന്ന പലതരം വിശ്വാസങ്ങളെ
ജാതിക്കുള്ളിൽ, ജാതി എന്നൊരു ഫ്രെയിം വർക്കിനുള്ളിൽ ചേർത്ത് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. അതാണ് ഈ ഹിന്ദുമതം. ഇതിൽ ബ്രാഹ്മണ മതം എന്ന് പറയുന്നത് ഇവിടുത്തെ എലീറ്റ്സിൻ്റെ കയ്യിലും ബ്രാഹ്മണ മതം അത് ഹിന്ദുമതത്തിൻ്റെ ഒരു വകഭേദമാണ്. തൽക്കാലം, അതായത് ഈ ഹിന്ദു മതത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് ഡോമിനൻ്റായി നിൽക്കുന്നത് ബ്രാഹ്മണ മതമാണ്. പക്ഷേ ഈ ഹിന്ദുമതം എന്ന് നമ്മൾ പൊതുവേ പറയുന്നത്, ഇപ്പം നേരത്തെ വൈവിധ്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ വൈവിധ്യത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അവിടെ ഇവിടെയായിട്ടുണ്ടായ പലതരം വിശ്വാസങ്ങൾ, ഇപ്പം ധന്യ ചൂണ്ടിക്കാട്ടിയ ഒരു തരം വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള പല ഇപ്പം ദേവത, സ്ത്രീ ദേവത ആരാധന, അത്തരം വിശ്വാസങ്ങളുണ്ട്. അതിനെയൊക്കെ ജാതി ശ്രേണിക്കുള്ളിൽ കൂട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു മതമാണ് ഈ ഹിന്ദുമതം. അത് ജാതി ശ്രേണിക്കുള്ളിൽ ഇതൊക്കെ ഫ്രോസൺ ആയിട്ട് അങ്ങനെ നിന്നുപോയി എന്നുള്ളതാണ്. അതേസമയം ഇപ്പം ഈ വെസ്റ്റിലൊക്കെ ആണെങ്കിൽ ഇപ്പം സെമിറ്റിക് മതങ്ങൾ ഉണ്ടായി വന്ന സ്ഥലങ്ങൾ പലയിടത്തും ശരിക്കും ശക്തമായ സ്ത്രീ ശക്തി ആരാധന ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ഇപ്പം പിന്നെ ക്രിസ്ത്യാനിറ്റി, വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി, ഇപ്പോൾ കാത്തലിക് ക്രിസ്ത്യാനിറ്റി പിന്നെ യൂറോപ്പിൽ വളർന്നു പിടിക്കുമ്പം ഏറ്റവും ഭയങ്കരമായിട്ട് നടന്നൊരു കാര്യം ഈ വിച്ച് എന്ന് വിളിക്കപ്പെടുന്ന, അതായത് മന്ത്രവാദിനി എന്ന് മുദ്ര കുത്തപ്പെട്ട സ്ത്രീകളെ, ഇവരൊക്കെ തന്നെ ആദി പ്രകൃതി ആരാധനയുടെ ശേഷിപ്പുകളാണ്. ആ പ്രകൃതിയെ സ്ത്രീയായിട്ട് തന്നെയാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ ഈ ആദി പ്രകൃതി ആരാധനയുടെ ബാക്കി ഉണ്ടായിരുന്ന ചില അംശങ്ങളെ അതൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന സ്ത്രീകളെയാണ് വൻതോതിൽ കൊലപ്പെടുത്തി, ഭയങ്കരമായ കൊലയിലൂടെയാണ് അവിടെ വിച്ചെന്ന് മുദ്രകുത്തി. വിച്ച് ഹണ്ട് എന്നുള്ള പേര് വരുന്നത് തന്നെ അതിൽ നിന്നാണ്. നിങ്ങൾ സംശയം തോന്നിയാൽ മതി, വിച്ചാണോ എന്ന് സംശയം തോന്നിയാൽ തന്നെ നിങ്ങളെ കൊന്നുകളയും. അങ്ങനെയുള്ള ഭയങ്കരമായ കൊലപാതകത്തിലൂടെയാണ് ഈ കാത്തലിക് റിലിജൻ അവിടെ സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ കൊല ചെയ്യില്ല, പക്ഷേ ജാതി ശ്രേണി എന്ന് പതുക്കെ കൊല്ലും, ഒറ്റയടിക്ക് കൊല്ലും, തീയിട്ട് കൊന്ന് ഫിനിഷ് എന്നുള്ളതല്ല, തലമുറയായിട്ട് മെല്ലെ കൊല്ലും. അഞ്ജന മാഡത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് പോലെ തന്നെ വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് റൈറ്റ് ടു ഹെൽത്ത് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല മതങ്ങളുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ കിട്ടാതെ പോകുന്നതായിട്ട്. ഒരു അഭിഭാഷക എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ളൊരു പ്രവണതയെ മാഡം എങ്ങനെയാണ് കാണുന്നത്? അല്ല മുത്തുമണി, അത് നമ്മൾ നോക്കിയല്ല, നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായി, നമ്മൾ ജനറലായിട്ട് സ്ത്രീയുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചാൽ അത് നമ്മൾ ഈ മതവുമായിട്ടോ നമ്മുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത് മതവുമായിട്ടൊന്നും കൂട്ടിക്കലർത്തിയല്ല, നമ്മുടെ സാമൂഹ്യ അവസ്ഥ വെച്ച് നമ്മൾ നോക്കണം. സ്ത്രീയെ ദേവതയായിട്ട് ആരാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ അതേ ദേവതയെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊന്നുകളയാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ നാടാണ് നമ്മുടെ നാടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഏറ്റവും കൂടുതലുള്ള നാടാണ്. അവിടെ ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ സ്ത്രീ എപ്പോഴും പുറകിൽ തന്നെയാണ്. കാരണം സ്ത്രീ നമുക്കറിയാം, വീട്ടിൽ പണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടുതൽ ഭാഗവും ആർക്കാണ് കൊടുക്കുക? അച്ഛനാണ് കൊടുക്കുക. കാരണം അധ്വാനിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ഭക്ഷണം. പലപ്പോഴും സ്ത്രീ അക്കാര്യത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകും. അപ്പോൾ ആ കോംപ്രമൈസ് തയ്യാറാകുമ്പോൾ അത് അവളുടെ ആരോഗ്യത്തെ തന്നെയാണ് ബാധിക്കുന്നത്. പലപ്പോഴും പ്രസവത്തോടു കൂടിയിട്ട് എത്രയോ സ്ത്രീകൾ മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നു. തുടരെയുള്ള പ്രസവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും ഭാരതത്തിൽ മാറാനുണ്ട്. അപ്പോൾ അതിനെയൊന്നും നമ്മൾ ഹിന്ദു മതവുമായിട്ടെന്നല്ല, ഒരു മതവുമായിട്ടും നമ്മൾ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ വിദ്യാഭ്യാസത്തിൽ എന്ന പോലെ തന്നെ ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിലും പലപ്പോഴും കേരളത്തിൽ കുറച്ച് സ്ഥിതി വ്യത്യസ്തമാകാം. പക്ഷേ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സ്ത്രീ എന്നും പുറകിൽ തന്നെയാണ്. ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ സ്ത്രീ പുറകിലാണ്. അപ്പം അതിലേക്കൊക്കെ സ്ത്രീ മുന്നോട്ട് വരേണ്ട ആവശ്യമുണ്ട്. അതിന് അത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കണം. പക്ഷെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് അച്ഛനാണെന്നുള്ള ആ ഒരു തോന്നൽ സവർണ കുടുംബങ്ങളുടെ തന്നെ കോമൺ സെൻസ് ആണ്. ഇപ്പം നിങ്ങൾ കേരളത്തിൽ ഇന്നത്തെ കണക്കെടുത്ത് നോക്കിയാലും, ബ്രിട്ടീഷ് കാലത്തെ കണക്കെടുത്ത് നോക്കിയാലും, അതിന് മുമ്പിലത്തെ കണക്കെടുത്ത് നോക്കിയാലും, ഏതെടുത്ത് നോക്കിയാലും കുടുംബങ്ങളിൽ ആണും ഈ അവർണ കുടുംബങ്ങളിൽ ആണും പെണ്ണും ഒരേപോലെ അധ്വാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, കായികമായിട്ട് സ്ത്രീകൾക്ക് കുറേ കുറവുകൾ. ഈ കായികമായ കുറവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ കൃഷിപ്പണിയിൽ പോയി നോക്കുക, ഏറ്റവും അധികം ചുമക്കുന്നത് ഇപ്പം പണ്ട്, ഇപ്പോഴല്ല, 30കളിൽ ചാല കമ്പോളത്തിനെ പറ്റിയുള്ള വർണ്ണനകളിൽ നെല്ലിൻ്റെ ചാക്കില്ലേ, നെല്ലിൻ്റെ ചാക്ക് പുറത്ത് കയറ്റിയിട്ട്, അതായത് എത്ര കിലോ ഉണ്ടെന്ന് ആലോചിക്കണം നെല്ലിൻ്റെ ചാക്ക്. നെയ്യാറ്റിൻകര മുതൽ ചാലക്കമ്പോളം വരെ നടന്നു വരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. എത്രയോ പേര്, ഒന്നും രണ്ടുമല്ല.
ചാലക്കൊമ്പോളത്തിൽ ഈ ചുമടിറക്കുന്നവരിൽ നല്ലൊരു ശതമാനം സ്ത്രീകളുണ്ടായിരുന്നു. കീഴ്ജാതി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബം പോറ്റിക്കൊണ്ട് പോകാൻ അവർ ഇന്നും, അന്നത്തെ കാര്യമല്ല, ഇന്നും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും കുടുംബം പോറ്റാനായി കായികമായ അധ്വാനം ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, ഈ ശാരീരികമായ ബലത്തിലായാലും ശരി, സ്റ്റാമിന എന്ന് പറയില്ലേ, 2 തരം കായിക ബലമുണ്ട്. ഒന്ന് ഈ പറഞ്ഞ ആക്രമിക്കാനുള്ള ഉടനെ ഉള്ളൊരു ശക്തിയുണ്ട്. അത് പേശീബലം എന്ന് പറയുന്നത് ആണിന് കൂടുതലുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പേശീബലം മാത്രമല്ല ബലം, സ്റ്റാമിന എന്ന് പറയുന്നത് ഒരു ധാരാളം ഊർജവും ബലവും ആവശ്യമുള്ളൊരു പ്രവൃത്തി കുറേ നേരം അടുപ്പിച്ച് ചെയ്യാനുള്ള കഴിവ്, അത് ബലത്തിൻ്റെ മറ്റൊരു വശമാണ്. ആ വശം കൂടുതൽ സ്ത്രീകൾക്കാണ്. അതുകൊണ്ടാണ് ഇപ്പം പാടത്ത് കുനിഞ്ഞ് നിന്ന് മണിക്കൂറുകളോളം, എത്രയോ മണിക്കൂർ, പകൽ അന്ത്യോളം പണിഞ്ഞവരാണ് കേരളത്തിലെ മാത്രമല്ല, ഇവിടെ വെറ്റ്ലാൻഡ് അഗ്രികൾച്ചർ കാര്യമായിട്ടുണ്ടായിരുന്ന കേരളത്തിൽ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകൾ മണിക്കൂർ, അതാ സ്റ്റാമിന എന്ന് പറയുന്നത് അവർക്കുണ്ട്.